ഇന്ദു, ആ മാനേജറും വൈഫ് ഇപ്പൊ ഇങ്ങെത്തും. എല്ലാം റെഡിയല്ലേ? ഒരു മാനേജറും വൈഫും വരുന്നെന്നും പറഞ്ഞ് രാവിലെ തൊട്ട് തുടങ്ങിയ പണി. ഇത് കൂടുതലൊന്നും എന്നെ കൊണ്ട് നിനക്ക് ആ മാനേജറിന്റെ സ്വഭാവം അറിയാൻ വേണ്ടിട്ടാ. എത്ര വൃത്തിയായിട്ടായാലും അയാൾ എന്തെങ്കിലുമൊക്കെ കുറ്റം കണ്ടുപിടിക്കുന്ന മനുഷ്യനാ. അങ്ങനെയുള്ള ആളെ ഹാപ്പി ആക്കിയാലേ എനിക്കൊരു പ്രൊമോഷൻ ഉറപ്പാ. അതിന് നീ കുറച്ച് കഷ്ടപ്പെട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്റെ മാക്സിമം ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ വാഷ്റൂമിൽ ചെറിയൊരു സ്മെല്ലുണ്ടോ ഒന്ന് കേട്ടോ. ആണോ? നീ ഒരു കാര്യം ചെയ്യും, ആ എയർ ഫ്രഷ് ടോയ്ലറ്റിൽ കൂടെ അടിക്കുക. എല്ലാവരും ഒന്ന് മണക്കട്ടെ. ശരി. അയ്യോ, മാനേജർ വന്നെന്ന് തോന്നുന്നല്ലോ. Hello, Nikhil. How are you? Fine, sir. Welcome, sir. Madam, welcome. Wow, very pretty. ഒത്തിരി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടല്ലോ. ചെടികൾക്കൊക്കെ ഒരു വാട്ടം ഉണ്ടല്ലോ. വാട്ടറിംഗ് പ്രോപ്പർ അല്ലല്ലേ? ഇന്നലെ കൂടെ ഞാൻ വെള്ളം ഒഴിച്ചാണല്ലോ. സർ, മാഡം ഇരിക്കൂ. എന്തു കഴിക്കാൻ എടുക്ക. വെയിറ്റ്. അതെ, വൈഫ് ഓർഗാനിക് ഫുഡ് മാത്രമേ കഴിക്കൂ. ഓൺലി ഓർഗാനിക്. അതിപ്പോ ഓർഗാനിക് എന്ന് പറയുമ്പം രാവിലെ ഉണ്ടാക്കിയ ഓർഗാനിക് പുട്ടും പഴമുണ്ട്, എടുക്കട്ടെ. പുട്ടിലെ തേങ്ങ ഓർഗാനിക് അല്ലേ? ഓർഗാനിക് തേങ്ങ. അയ്യോ, തേങ്ങ ഓർഗാനിക് ആണോന്ന് അറിയില്ല മാഡം. അതെ, എനിക്കൊന്ന് വാഷ്റൂമിൽ പോകണമായിരുന്നു. നിവിൻ, വാഷ്റൂം അവിടെയാണ് മാഡം. ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ. ഈ ജ്യൂസെങ്കിലും കുടിക്കും. ഇത് ഫുള്ളി ഓർഗാനിക് ആണ് മാഡം. എന്റെ നാട്ടിലെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാ. ഞങ്ങളുടെ തൊഴുത്തിലെ പശുവിന്റെ ചാണകവും ഗോമൂത്രവും മാത്രം ഇട്ട് വളർത്തിയ നെല്ലിമരവും കാന്താരിയും. ഓ, ആണോ? എന്നാ പിന്നെ കുടിച്ചു നോക്കാം. ഓക്കെ നിവിൻ, അപ്പൊ നമ്മൾ ഇറങ്ങിയാണ്. അപ്പൊ നിവിൻ, ഐ ആം വെരി ഹാപ്പി മാൻ. വെരി നീറ്റ് ആൻഡ് വെൽ മെയിൻറ്റൈൻഡ് ഫ്ലാറ്റ്. കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. നല്ല ഭംഗിയുള്ള ഫ്ലാറ്റ് അല്ലേ? നല്ലൊരു ആംബിയൻസ്. എന്ത് ആംബിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ, ഫ്ലാറ്റ് മുഴുവൻ ടോയ്ലറ്റിന്റെ സ്മെല്ലല്ലേ? നീ ഒരു കാര്യം ചെയ്യും, ആ എയർ ഫ്രഷ് ടോയ്ലറ്റിൽ കൂടെ അടിക്കുക. എല്ലാവരും ഒന്ന് മണക്കട്ടെ. യെസ്, എന്റെ പ്രൊമോഷൻ ഉറപ്പായി. അതല്ല, നാട്ടിൽ നീ എപ്പോഴേ കാന്താരി നെല്ലിക്ക കൊണ്ടുവന്നേ? അത് നമ്മുടെ താഴത്തെ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഓഫറിന് മേടിച്ച നെല്ലിക്കയും ഫ്രിഡ്ജിലിരുന്ന ആ പച്ചമുളകും കൂടെ അരച്ചിട്ടുണ്ടാക്കിയതാ.